ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഞാൻ എല്ലാ മാസവും രണ്ടാം ചൊവ്വാഴ്ചയാണ്. അപ്പോൾ പറയാറുണ്ട്, എപ്പോഴും സന്തോഷമായിരിക്കുക. അമ്മ മാതാവിൻ്റെ സാന്നിധ്യത്തിലാണ്. ഇതിനേക്കാളും സന്തോഷിക്കാനുള്ള സ്ഥലം വേറെ എവിടെയുമില്ല. സങ്കടപ്പെടുന്നവരാണ് എപ്പോഴും. നമുക്ക് സങ്കടമാണെങ്കിൽ മനസ്സിലാക്കണം, ഞാൻ ദൈവ സാന്നിധ്യത്തിലിരുന്ന് ഇച്ചിരി അകന്ന് നിൽക്കുകയാണെന്ന്. അപ്പോൾ തന്നെ അത് മാറ്റണം. മാറ്റാൻ സാധിക്കുമെന്ന് വെച്ചാൽ സാധിക്കും. എൻ്റെ പ്രശ്നം ആണ് വലുതായിട്ട് തോന്നുന്നത്. അതുകൊണ്ടാണ് എപ്പോഴും ആ പ്രശ്നത്തെക്കുറിച്ച് മാത്രം ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് കൂടി ഇങ്ങനെ വരും. ഉത്കണ്ഠ ഇങ്ങനെ കൂടും, പേടി കൂടും. അതുപോലെ എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഉടമ്പടി എടുത്തിരിക്കുക, എല്ലാവരും എടുക്കാൻ വന്നിരിക്കുകയാണ്, എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു നിലപാടാണ്. നമ്മളെ ജീവിതം കൂട്ടത്തിൽ നമ്മളെ തനിച്ചറിയണം ആൾക്കാർ. ആ ഒരു ബോധ്യം നമുക്കുണ്ടാകണം. ഞാൻ ദൈവത്തിൻ്റെ കൂടെ ഒരു അഗ്രിമെൻറ്റിലാണ്, ഉടമ്പടിയിലാണ്. അത് മാത്രം ഓർത്താൽ മതി. നിൻ്റെ പ്രശ്നമൊക്കെ നീ എഴുതി കൊടുത്ത നിയോഗം അതൊന്നും ഓർക്കണ്ട, അതൊക്കെ അമ്മ നോക്കിക്കോളും. അമ്മയ്ക്കറിയാം. ചിലപ്പോൾ നമ്മൾ ചോദിച്ചത് നമ്മൾ പലപ്പോഴും ചോദിക്കുന്നത് പോലും തെറ്റിപ്പോകും. പക്ഷെ അതെല്ലാം ക്രമീകരിക്കും അമ്മ മാതാവ്, അതെല്ലാം ക്ലിയറാക്കി തരും. എനിക്കറിയാം. നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങൾ ചോദിച്ച് നിയോഗം ചോദിച്ചു, പക്ഷെ അതില്ല വിഷയം. ഞാൻ ഉടമ്പടിയിലാണെന്ന് വെച്ചാൽ ഞാൻ തിരിച്ചറിയപ്പെടണം, എന്നിലൊരു മാറ്റം കാണണം, ആൾക്കൂട്ടത്തിൽ ഞാൻ തനിയെ അറിയണം. അത് ശ്രദ്ധിക്കണം എപ്പോഴും. ഞാൻ എഗ്രിമെൻറ്റിലാണെന്ന്. എന്താണെന്ന് അമ്മ ഈശോടുത്ത് പറഞ്ഞത്, വീഞ്ഞ് തീർന്നിരിക്കുകയാണ്. അപ്പോൾ ഈ നമ്മളെല്ലാ കുടുംബത്തിലും നമ്മുടെ ജീവിതത്തിലും പല വീഞ്ഞും തീർന്നിരിക്കുക. എന്നിട്ട് അമ്മ നമ്മളോട് പറഞ്ഞിരിക്കുക, അവൻ പറയുന്നത് ചെയ്യുക. എന്നിട്ട് അങ്ങോട്ട് തിരിഞ്ഞ് ഈശോടുത്ത് പറഞ്ഞ്, അവർ ചെയ്തോളും കേട്ടോ, ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ അവരെ സഹായിച്ചോളാം. അപ്പോൾ ഉടമ്പടി ജീവിതം അതൊരു നിലപാടാണ്. അതെടുക്കാൻ വേണ്ടി അമ്മ സഹായിക്കും. നമ്മൾ ശ്രമിച്ചാൽ മതി. നമ്മൾ ശ്രമിക്കുക പോലുമില്ല പലപ്പോഴും. ശ്രമിക്കുന്നവരെങ്ങനെയാണെന്ന് വെച്ചാൽ, ഇതൊരു ഹോംവർക്ക് പോലെ, ഈ പ്രോജക്റ്റ് കൊടുത്ത പോലെ ഒന്നും ചെയ്യരുത്. എങ്ങനെയും ബുദ്ധിമുട്ടി അതങ്ങോട്ട് തീർക്കണം, ആ സമയം കഴിയണം. അങ്ങനെയില്ല. ഈ ഉടമ്പടി തന്നെ അമ്മയ്ക്കും നിനക്കും ഒരു സ്വകാര്യ ബന്ധം ഉണ്ടാക്കിയെടുക്കണം. അതിനു വേണ്ടിയിട്ട് അമ്മ മാതാവ് ഇവിടെ ഉടമ്പടി തന്നിരിക്കുന്നത്. ഇത് സ്വകാര്യ ബന്ധം എന്തിനാ? നിന്നെ ഒരുക്കി, നിന്നെ ഉപകരണമാക്കി. ദൈവത്തിന് നിന്നെ ആവശ്യമുണ്ട്. ദൈവത്തിൻ്റെ ജോലിക്ക് വേണ്ടി നിന്നെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് അമ്മ മാതാവ് ഇവിടെ ഉടമ്പടി തന്നെ തന്നത്. അമ്മയ്ക്ക് മക്കളെ ആവശ്യമുണ്ട്. ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടും ദൈവത്തിൻ്റെ തിരുമനസ്സ് നിറവേറ്റാൻ വേണ്ടിയിട്ട് മക്കളെ ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ്. ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ എന്നെ അമ്മ തിരഞ്ഞെടുത്തിരിക്കുകയാണ് എന്നുള്ളൊരു ബോധ്യം നിങ്ങൾക്ക് വേണം. അത് ശ്രമിച്ചാൽ മതി ആ ജീവിതം ജീവിക്കാൻ. ഒന്ന് സ്ലോ ആയാൽ മതി. നിങ്ങളുടെ പ്രവൃത്തിയിൽ ഇച്ചിരി സ്ലോ, ഒന്ന് ഓർത്ത് പ്രവർത്തിച്ചാൽ മതി. ഓരോ വാക്കുകൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയാൽ മതി. ഞാൻ നുണ പറയണ്ട, ഒരാവശ്യമില്ല. ഈ നുണ പറഞ്ഞിട്ട് എന്താ കാര്യം? അപ്പോൾ അവിടെ സ്ലോ ആകും. ഞാൻ പറയും, ഞാൻ ഇവിടെ ഇല്ല കേട്ടോ, ഞാൻ ഇന്നലെ അവിടെ പോയിരുന്നു. വെറുതെ അങ്ങോട്ട് ഒരാവശ്യമില്ലാത്ത കാര്യമാണ്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം. അതൊക്കെ പിശാച് അങ്ങനെ ഒരുക്കി വെച്ചിരിക്കുക. നീ എങ്ങനെയെങ്കിലും ഇച്ചിരി അകന്ന് പോകണമെന്നാണ്. അകന്നു പോകുമ്പോൾ ഈ പാവം ചെയ്യുമ്പോഴാണ് അകന്നു പോകുന്നത്. അകന്നു പോകുമ്പോഴത്തേക്ക് നമ്മളിലേക്ക് ഉത്കണ്ഠ വരും. ഉത്കണ്ഠ വരുമ്പോൾ പേടിയായി, പിന്നെ എല്ലാ പ്രശ്നമായി, സങ്കടമായി. അപ്പോൾ ശ്രദ്ധിക്കണം.
ഞാൻ ദിവസവും കുർബാനയ്ക്ക് പോകണ്ട. അതേപോലെ ഞാൻ ചെയ്യുന്ന പാവം അതിലൊക്കെ കുറച്ച് സീരിയസ് ആയാൽ മതി. അന്നന്ന് വൈകുന്നേരം ഒരു 5 മിനിറ്റ് മറന്നു പോവും. 2 ആഴ്ചയ്ക്ക് ഒരു പ്രാവശ്യമാണ് കുമ്പസാരിക്കണമെങ്കിൽ. ഇന്ന് ഞാൻ ഏതാ വിഷയം അത് അമ്മ മാതാവ് കാണിച്ചു തരും. ഏത് പ്രവൃത്തിയാണ്, ഏത് വിചാരത്താലാണ് ഞാൻ പാവം ചെയ്തത്, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാൻ പറ്റണം. അതിനുവേണ്ടി ഒരു 5 മിനിറ്റ് സ്പെൻഡ് ചെയ്യുക ഈ ഉടമ്പടി പ്രാർത്ഥനയുടെ കൂടെ തന്നെ. അപ്പോൾ നിങ്ങൾ സീരിയസ് ആണെന്ന് അമ്മ മാതാവിനെ അറിയാൻ പറ്റും. അതൊക്കെ ശ്രദ്ധിക്കും. അതിലൊക്കെ സ്നേഹമാണ് വെളിപ്പെടുന്നത്. എന്നിട്ട് ഞാൻ വല്ലവരെ കുറ്റം പറഞ്ഞിട്ടുണ്ടോ? ഇതെല്ലാം നമുക്കിഷ്ടമുള്ള കാര്യമാണ്. കുറ്റം പറഞ്ഞു പോയിട്ടുണ്ടോ? കുറ്റം പറയണ പോലെ തന്നെ വല്ലവരെക്കുറിച്ച് ആരെങ്കിലും കുറ്റം പറഞ്ഞാൽ അത് കേൾക്കുന്നതും ചിലപ്പോൾ അത് യാഥാർത്ഥ്യമായിരിക്കാം, പക്ഷെ അത് നിൻ്റെ ജോലിയില്ല. അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുക. ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, വേണ്ട, ഇതെല്ലാം കേട്ടിട്ടില്ല പറയേണ്ടത്. തുടങ്ങുമ്പോൾ തന്നെ കുറ്റമാണോ? വിട്ട്, ദൈവം നോക്കിക്കോളൂ. ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കാം, അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. വിട്ട്, അത് സംസാരിക്കേണ്ട. വിട്ട്, ഒരാളെക്കുറിച്ചും കുറ്റം പറയരുത്. എന്നിട്ട് ഒരു കാര്യം വേണ്ടെന്ന് വെക്കണം. ആദ്യം അകത്ത് വെറുതെ പ്രാർത്ഥിക്കുകയമ്മോ, ദൈവമേ എനിക്കിത് പറ്റുന്നില്ല, വിടണമെന്ന് പറഞ്ഞ്. ഈ സ്വഭാവം എനിക്ക് വിട്ടുകളയാൻ പറ്റുന്നില്ല. നമ്മ ആദ്യം അത് തുപ്പിക്കളയണം. ഒരു പ്രാവശ്യം ശ്രമിക്കണം, ഇത് വേണ്ട, ഞാൻ ഇന്ന് ചെയ്യില്ല. അവരെന്ത് എന്നെക്കുറിച്ച് വിചാരിച്ചാലും, അവരെന്നെക്കുറിച്ച് എന്ത് വിചാരിച്ചാലും ഞാനത് ക്ഷമ പറയും അങ്ങോട്ട്. എന്ന് വെച്ചാൽ ആ വെറുപ്പ് തുപ്പിക്കളയുക. നമ്മൾ എന്തെങ്കിലും ചവച്ചുകൊണ്ടിരിക്കുന്നവരൊക്കെ അതെന്താണെങ്കിലും നമ്മൾ അങ്ങനെ കഴിച്ചോളും. ഒന്ന് കയ്യിലെടുത്ത് തുപ്പിക്കഴിഞ്ഞിട്ട് പിന്നെ അത് വായിലിടാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അത് നീ ഉപേക്ഷിച്ചോളും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ അതുപോലെ നിനക്ക് പറ്റാത്ത സ്വഭാവം ഒരു ദിവസത്തേക്ക് അങ്ങോട്ട് വിട്ടുകളയാൻ. ഞാൻ ഇന്ന് ചെയ്യില്ല, ഇന്നൊരു ദിവസം എന്ത് സംഭവിച്ചാലും ഞാൻ ദൈവത്തിന് വേണ്ടി ചെയ്യില്ല. ഒരു പ്രാവശ്യം തുപ്പിക്കളയുമ്പോഴത്തേക്ക് പിന്നെ നിനക്ക് സാധിക്കും അത് വിട്ടുകളയാം. പിന്നെ പ്രാർത്ഥിക്കണം, ഞാൻ വിട്ടിരിക്കുകയാണ്, വീണ്ടും ഞാൻ ചെയ്യാതിരിക്കാൻ ദൈവമേ എന്നെ സഹായിക്കണേ. ഞാൻ ഇന്ന് കുറ്റം പറഞ്ഞിട്ടില്ല, അവരോട് ക്ഷമ പറഞ്ഞു പോയി. അടുത്ത ദിവസം ആ മനസ്സിൻ്റെ നില തന്നെ എനിക്ക് നിൽക്കണേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. ദൈവം സഹായിക്കും. ഞാൻ അതൊന്നും ചെയ്യാതെ വെറുക്കാൻ തന്നെ എൻ്റെ വെറുപ്പ് മാറ്റി തന്നെ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ക്ഷമ പറയണം ആദ്യം. ഭാര്യയോടാണെങ്കിലും ഭർത്താവിനോടാണെങ്കിലും മക്കളോടാണെങ്കിലും. ഞാനവിടെ ചെറുതൊന്നും ആകുന്നില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുപോലെ ഉടമ്പടിയിൽ ബൈബിൾ വായിക്കും. നമ്മൾ വെറുതെ അങ്ങോട്ട് ഒരു പിള്ളേർ പരീക്ഷയ്ക്ക് പഠിക്കുന്ന പോലെ അങ്ങനെ വായിച്ച് തീർത്തിട്ട് കാര്യമൊന്നുമില്ല. ബൈബിൾ വായിക്കുന്നത് അത് ഈശോ നിങ്ങളോട് സംസാരിക്കുന്നതാണ്. ബൈബിൾ വായിക്കുമ്പോഴത്തേക്ക് ഈശോയുടെ സംസാരിക്കുമ്പോൾ ഒരു കാറ്റ് വരുമല്ലോ, അത് നമ്മളിൽ അടിക്കണം, അത് ഫീൽ ചെയ്യണം. ഞാൻ അമ്മ മാതാവിൻ്റെ ഈ പ്രെയർ ഓഫ് പ്രൈസ് ഉണ്ട്, ലൂക്ക 1:45 തൊട്ട് 55 വരെ ഉണ്ടത്. അത് ഞാൻ ദിവസവും വായിക്കും. എന്നിട്ട് അത് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മയെല്ലാം സംസാരിക്കണം, ഇങ്ങനെ അത് ചുംബിച്ചു കൊടുക്കും. അപ്പോൾ അമ്മയെ ചുംബിക്കുന്ന ഒരു സുഖമാണ്. അതൊക്കെ ദൈവം കാണും. എന്നിട്ട് ഈ വചനത്തെ തൊട്ട് വായിക്കുമ്പോഴത്തേക്കും, ഉറക്കെ വായിക്കുമ്പോൾ, ഈ വചനം നീ തന്നെയാണ് വായിച്ചാൽ പോലും അത് ഈശോ ആണ് വായിക്കുന്നത്, നിന്നോടാ പറയണേ. ഈശോ അടുത്തുണ്ട്, ഈശോയുടെ സാന്നിധ്യം അവിടെ ഉണ്ടാകും. ദൈവ സാന്നിധ്യം സൃഷ്ടിക്കണം എപ്പോഴും. ദൈവ സാന്നിധ്യം സങ്കീർത്തനം 31:20 ദൈവ സാന്നിധ്യം നിനക്ക് നിൻ്റെ ശത്രുക്കളിലിരുന്ന് സംരക്ഷണം തരും, പിശാചിലിരുന്ന് സംരക്ഷണം തരും. നിൻ്റെ ജീവിതത്തിൽ അപമാനങ്ങൾ ഉണ്ടാകില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവ സാന്നിധ്യം സൃഷ്ടിക്കാൻ നോക്കണം. ദൈവ സാന്നിധ്യം എപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പം നിങ്ങളൊക്കെ ദൈവത്തെ അന്വേഷിച്ചാൽ വന്നിരിക്കണം. ഇവിടെ നിയോഗത്തിൻ്റെ ഉത്തരം അന്വേഷിച്ചില്ല വരേണ്ടത്. അതൊക്കെ ഉടമ്പടിയിൽ ദൈവം ചെയ്തു തരാമെന്ന് പറഞ്ഞാൽ ചെയ്തു തരും. അമ്മ മാതാവ് ചെയ്തിരിക്കും, അതിലൊരു സംശയം വേണ്ട, നമ്മളെ ബോധ്യമാണ്. പക്ഷേ ദൈവ സാന്നിധ്യത്തിലേക്ക് വരണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ.
97 എൻ്റെ അമ്മ ക്യാൻസറായിരുന്നു. ഞാനത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എന്നാൽ ഇതിൻ്റെ സമയമായിട്ട് ഞാൻ പറയണേ. ക്യാൻസർ എന്ന് പറഞ്ഞാൽ എനിക്ക് അമ്മയെന്ന് വെച്ചാൽ ജീവനാണ്. അമ്മയില്ലാതെ ജീവിക്കാൻ പറ്റില്ല, അത്രയ്ക്ക് എനിക്ക് സ്നേഹമാണ് അമ്മയോട്. അപ്പോൾ അന്ന് ഞാൻ പ്രാർത്ഥിക്കണം. അന്ന് എനിക്ക് കൃപാസനമൊന്നും അറിയില്ല. ഞാൻ പോകുന്നത് അവിടെ മറവക്കാട് പള്ളിയുണ്ട്, വേളാങ്കണ്ണി പള്ളിയുണ്ട്, ചെല്ലാനം. അവിടെ ചെറുപ്പത്തിലെ സൈക്കിളിൽ പോലും വാടകയ്ക്ക് എടുക്കാനില്ലാത്തപ്പോൾ നടന്നൊക്കെ പോയിട്ടുണ്ട്. അതൊക്കെ അമ്മ കണ്ടിട്ടുണ്ട്. അവിടെ പോയി 5 മണിക്കൂറൊക്കെ ഇരിക്കും ചിലപ്പം. പണ്ട് ചില സമയത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോഴത്തേക്കും അവിടെ പലവരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, അവിടുത്തെ ഈ മാധവൻ്റെ രൂപം, അവിടുത്തെ ഇതുണ്ടല്ലോ, ചിപ്പി ഉണ്ടല്ലോ, അതിൽ കാണുമെന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ഈ അന്വേഷിച്ചിട്ടുണ്ട്. എന്നിട്ട് അവിടെ പോയി ഇരുന്ന് അമ്മയുടെ കണ്ണിലൊക്കെ നോക്കിയിരിക്കും. ഒരു 5 മണിക്കൂറൊക്കെ ഇങ്ങനെ ഇരിക്കും. അമ്മ ഇപ്പോൾ കണ്ണ് ഷെയ്ക്കാണ്ട, അനങ്ങണ്ട, അമ്മ പ്രത്യക്ഷപ്പെടുക എനിക്ക് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ ഞാൻ നോക്കിയിരിക്കാറുണ്ട്. എന്നിട്ട് അമ്മയോട് മനസ്സുകൊണ്ട് ഇങ്ങനെ പറയും, ആരും എൻ്റെ വിഷമം അറിയണില്ല, നീ പലവരിക്കും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്, എനിക്കൊന്ന് എൻ്റെ മുമ്പിൽ വന്നൂടെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നോക്കിയിരിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പലപ്പോഴും അങ്ങനെ ഒരു ശീലമുണ്ട്. അപ്പോൾ അമ്മയ്ക്ക് ഇവിടെ കൊച്ചിയിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരിക്കുക. ആ സമയത്ത് ഡോക്ടർ പറഞ്ഞ് അമ്മ മരിച്ചുകൊണ്ടിരിക്കുക, തീരെ ഓർമ്മയൊന്നുമില്ല, ശ്വാസം വലിച്ചുകൊണ്ടിരിക്കുക എന്ന്. ആ സമയത്ത് എൻ്റെ മനസ്സിൽ തോന്നി നേരെ വേളാങ്കണ്ണി പോവാം. വേളാങ്കണ്ണി പോയി കഴിഞ്ഞ് അപ്പോൾ സാന്നിധ്യം അന്വേഷിക്കണം, ദൈവത്തിൻ്റെ സാന്നിധ്യം അന്വേഷിക്കേണ്ടത്, വേറെ എവിടെയുമില്ല. വേളാങ്കണ്ണി പോയി കഴിഞ്ഞാൽ അമ്മ രക്ഷോടും. ഞാൻ ഇവിടെ ഇരുന്ന് അമ്മയോട് പറഞ്ഞു, ഞാൻ വേളാങ്കണ്ണി പറയാണ്, ഞാൻ വേളാങ്കണ്ണി എത്തി നിൻ്റെ മുമ്പിൽ വരുമ്പോൾ അമ്മ ഇവിടെ സൗഖ്യം കിട്ടി, അത് ക്യാൻസർ ശരിക്കും ബാധിച്ചിരിക്കുക, ലിവറിലും ബ്രെയിനിലൊക്കെ ബാധിച്ചിരിക്കുക. ഞാൻ അമ്മയോട് പറഞ്ഞ്, ഞാൻ അവിടെ വന്ന് എൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഇവിടെ അമ്മയ്ക്ക് സൗഖ്യം കിട്ടണം, അമ്മ എണീച്ചിരിക്കണം, എൻ്റെ അനിയത്തി എന്നോട് പറയണം, ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ തിരിച്ചു വരില്ല കേട്ടാ എന്ന് ഞാൻ പറഞ്ഞു. അത് അമ്മയ്ക്കറിയാം, ഞാൻ പറഞ്ഞ അമ്മ വിശുദ്ധലോട് തിരിച്ചു പോവില്ലെന്ന് ഞാൻ പറഞ്ഞു. അപ്പം അമ്മയ്ക്ക് അത്രയും സീരിയസ് ആയിട്ടിരിക്കുമ്പോഴും അതൊക്കെ അമ്മ തന്നെ ചെയ്യിപ്പിച്ച. ക്വസ്റ്റ്യൻ പേപ്പറും കൊടുക്കും, ആൻസർ ഷീറ്റും കൊടുക്കും, അമ്മ അതാണ്. അപ്പോൾ അമ്മയ്ക്ക് അത്രയും സീരിയസാണ്. അപ്പോൾ വീട്ടിൽ അനിയത്തി പറയണം ഇപ്പോൾ പോകണ്ടെന്ന് പറഞ്ഞ്, അച്ഛനും പറഞ്ഞ് ഇത്രയും സീരിയസ് ആയിട്ടിരിക്കുക, ഹോസ്പിറ്റലിൽ അടുത്തുണ്ടാവണം ഈ സമയത്തെന്ന് പറഞ്ഞ്. ഞാൻ പറഞ്ഞില്ല, അമ്മയ്ക്ക് സൗഖ്യം കിട്ടും, അമ്മ ഇപ്പോൾ എണിച്ചിരിക്കും, നോക്കിയോ, നാളെ ആകുമ്പോഴത്തേക്ക് എണിച്ചിരിക്കുക, ഇപ്പോൾ പോയാന്ന് പറഞ്ഞ് ഞാൻ ഒരു പോക്ക് അങ്ങോട്ട് ആദ്യമായിട്ട് പോയി വേളാങ്കണ്ണിക്ക്. പിന്നെ ബസ് മാറി പോയി തിരിച്ച് വരെ എത്തി. തിരിച്ച് ഒരു റിലേഷൻ്റെ വീട്ടിൽ ഒരു കാര്യമുണ്ടായി. അവിടെ പോയപ്പോഴത്തേക്ക് അവിടെ ഫോൺ വന്ന് ഞാൻ അവിടെ എത്തിക്കഴിഞ്ഞാൽ തിരിച്ച് പെട്ടെന്ന് വരാൻ പറയണം, വളരെ സീരിയസ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഹോസ്പിറ്റലിലേക്ക് ഫോൺ ചെയ്തത്, ഞാൻ പറഞ്ഞ് ഇനി ആകെ ഇവിടെ നിന്ന് ഒരു 3-3.5 മണിക്കൂറേ ഉള്ളൂ, അത് കഴിഞ്ഞാൽ അമ്മ സൗഖ്യം കിട്ടും, ഇനി ഒന്ന് കാത്തിരിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ സിസ്റ്റർക്ക് അറിയാൻ തുടങ്ങി, ഉറക്കെ കറഞ്ഞ്, ഇല്ല അവസാനമായിട്ട് അമ്മേനെ ഒന്ന് കണ്ടേക്കുക, അമ്മ കണ്ണ് തുറന്നിരിക്കുക, ഇപ്പം എത്തണമെന്ന് പറഞ്ഞ്, അത് കഴിഞ്ഞ് പോകണമെന്ന്. ഞാൻ തിരിച്ചു പോകുന്നു. അമ്മ വർദ്ധിച്ചില്ല അവിടെ. അമ്മയ്ക്ക് എൻ്റെ വാശി അറിയാം. ഈസ് ദി ലോർഡ്. വേളാങ്കണ്ണി വർദ്ധിച്ചില്ല. തിരിച്ചു വന്നപ്പോൾ ഇതുപോലെ കണ്ണൊക്കെ മഞ്ഞിച്ച് ജോണ്ടീസും വന്ന്, എന്നെ മനസ്സിലായെന്ന് പോലും അറിയില്ല. ഞാൻ അവിടെ ആകെ 1 മിനിറ്റ് നിന്ന്. എന്നിട്ട് അമ്മയോട് തന്നെ ചോദ്യം ചോദിക്കാമെന്ന് പറഞ്ഞ് ഞാൻ നേരെ മറവക്കാട് പോയി. അമ്മ മരിക്കാതിരിക്കുക, ഞാൻ അവിടെ ഇരുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മറവക്കാട് പോയിട്ട് ഞാൻ അമ്മയോട് മുട്ടിപ്പോയി നിന്ന്. അന്ന് പവർ കട്ടാണ്, രാത്രി 9 മണിയായിട്ടുണ്ട്, പവർ കട്ടാണ്, പള്ളി തുറന്നിട്ടുണ്ട്. അവിടെ അന്ന് അടുത്തൊന്നും വീടൊന്നുമില്ല. അവിടെ ചെല്ലാനും ഞാൻ 97-ത്തെ കാര്യമാണ് പറയണം. അപ്പോൾ ഞാനവിടെ മുട്ടിപ്പോയി നിൽക്കുക, കറണ്ടൊന്നുമില്ല. ഞാനിങ്ങനെ കയ്യും പൊക്കി, എനിക്ക് അന്ന് കൊന്ത ചൊല്ലാനൊന്നും അറിയില്ല. പ്രൈസ് ദി ലോർഡ്. അമ്മയോട് ഞാൻ ഉറക്കെ പറയുക കരഞ്ഞുകൊണ്ട്, ഇനി എന്നെ വേളാങ്കണ്ണി വർദ്ധിച്ചില്ല, എനിക്ക് എൻ്റെ അമ്മയെ വേണം, എന്നെക്കൊണ്ട് എല്ലാം സാധിക്കുമല്ലോ, എന്താ കാര്യമെന്ന് ഞാൻ ചോദിച്ചു. ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അവിടെ ഇരുന്ന് സ്പാർക്ക്, അന്നാണ് ഞാൻ മാതാവിൻ്റെ അനുഭവം കാണുന്നത്. മിന്നലടിക്കുന്ന പോലെ സ്പാർക്ക് ഇങ്ങനെ പറയാം, അമ്മയുടെ മൂക്കിൻ്റെ അവിടെ ഇരുന്ന് ഇങ്ങനെ അടിക്കുക, എൻ്റെ മുകളിലേക്ക് അടിക്കുക. ഞാൻ വിചാരിച്ചത് എന്തോ മിന്നലേറ്റിരിക്കുക. അവിടെ മഴയൊന്നുമില്ല, കറണ്ടും ഇല്ല.
ഞാൻ പേടിച്ചാദ്യം. എന്നിട്ട് ഞാൻ മുട്ടിപ്പേർന്ന് താഴെ വീണ്. എന്നിട്ട് ഇങ്ങനെ ഇരിക്കുക എന്താണെന്ന്. കുറച്ച് കഴിഞ്ഞപ്പോൾ കറണ്ട് വന്നു. ഞാൻ മുകളിലേക്കൊക്കെ നോക്കി, ഞാൻ വയറെന്തെങ്കിലും സ്പാർക്കായതാണെന്ന് നോക്കി. ഇല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ നോക്കുമ്പോഴത്തേക്കും അവിടെ വയറും ഇല്ല, ഒന്നുമില്ല. എന്നിട്ട് എനിക്ക് അവിടെ ഇരുന്നൊരു അനുഭവം കിട്ടി. എൻ്റെ മനസ്സിൻ്റെ അകത്ത്, എൻ്റെ ജീവിതത്തിൽ ഞാൻ ജനിച്ചിട്ട് ഇതുവരെ അനുഭവിക്കാത്തൊരു സന്തോഷവും സമാധാനവും എനിക്ക് കിട്ടി. പ്രൈസ് ദി ലോർഡ്. ഞാൻ ആ സന്തോഷവും സമാധാനം, എനിക്കറിയില്ല എന്താ സംഭവിച്ചതെന്ന്. മനസ്സൊക്കെ ഭയങ്കര ലൈറ്റായി, ആഹ്ലാദം തോന്നിക്കുക എനിക്ക്. എനിക്ക് മനസ്സിലായില്ല എന്താ സംഭവിച്ചതെന്ന്. ഇതാണ് പരിശുദ്ധാത്മാവ്. ദൈവത്തെ കൊണ്ട് സാധിക്കും. ഞാൻ അങ്ങോട്ട് ഹോസ്പിറ്റലിലേക്ക് പോയി. അമ്മയുടെ ആ നില തന്നെയാണ്. ഒരു 12-12:30 ആവുമ്പോഴത്തേക്ക് അമ്മ അന്ന് മരിച്ച്. എല്ലാവരും വന്ന് എന്നെ പിടിച്ച് കെട്ടിപ്പിടിച്ച് കരയണ്. അനിയത്തി അവിടെ തലകരങ്ങി വീണ്. എനിക്കിതൊന്നും വലിയ പ്രശ്നം തോന്നിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എനിക്ക് സന്തോഷമെന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. അമ്മയൊന്നും എനിക്കൊരു വലിയ പ്രശ്നമേ ഇല്ല. പ്രൈസ് ദി ലോർഡ്. അമ്മ ഇവിടെ കിടക്കുക, അതൊന്നും എനിക്ക് വലിയ പ്രശ്നമില്ല. എന്നിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് ആൾക്കാരൊക്കെ വന്ന് പറയണ, ഞാൻ അങ്ങോട്ട് ആരെങ്കിലും എൻ്റെ ഫേസിൽ ഇനി സന്തോഷം തോന്നിക്കേണ്ടെന്ന് വെച്ചാൽ ഞാൻ മുഖം തിരിച്ച് അമ്മയെ അവിടെ കിടത്തിട്ടുണ്ട്. മതിലിങ്ങനെ ചാരി ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ ആൾക്കാർ വിചാരിക്കും ഞാൻ സങ്കടത്തിൽ കരഞ്ഞുകൊണ്ടിരിക്കുകയെന്ന് വിചാരിക്കും. പക്ഷേ ഇല്ല, എനിക്ക് ഭയങ്കര ആഹ്ലാദം. അത് ഭ്രാന്ത് പിടിച്ചിട്ടൊന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പിന്നെ എനിക്ക് മനസ്സിലായത് എല്ലാം ദൈവത്തിൻ്റെ കയ്യിലുണ്ട്. അമ്മ ഈ സങ്കടപ്പെടുന്നതൊക്കെ വെറുതെയാണ്. നിൻ്റെ സിറ്റുവേഷൻ, നിൻ്റെ സാഹചര്യം എന്ത് തന്നെ ആയിക്കോട്ടെ, എല്ലാം സാധ്യമായ ദൈവത്തിൻ്റെ മുമ്പിലായ അമ്മ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ ദൈവ സാന്നിധ്യമാണ് വലുത്. ഏത് സാഹചര്യത്തിലും നീ ദൈവ സാന്നിധ്യം ഉണ്ടാക്കിയെടുക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത് ദൈവ സാന്നിധ്യം നമ്മളെ കൊണ്ട് സാധിക്കാത്തതിൻ്റെ കാരണം എന്താ? അത് സങ്കടം തന്നെയാണ്. പ്രൈസ് ദി ലോർഡ്. ഉത്കണ്ഠയാണ്, പേടിയാണ്. ഈശോ അത് തന്നെയാണ്. ഈ കടലിൽ കൊടുങ്കാറ്റ് വന്നപ്പോഴത്തേക്കും ഈശോ ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും ശിഷ്യന്മാരെ വിളിച്ചിട്ട് ഉണർത്തുമ്പോൾ, എവിടെ നീ എന്താ പേടിക്കുന്ന, നിൻ്റെ വിശ്വാസം എവിടെ? പ്രൈസ് ദി ലോർഡ്. എല്ലാം സാധ്യമായത്, എല്ലാം മതിയായവൻ നിൻ്റെ കൂടെ ഉള്ളപ്പോൾ നീ എന്താ പേടിക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. സാന്നിധ്യത്തിൽ പേടി വന്നു കഴിഞ്ഞാൽ, സങ്കടം വന്നു കഴിഞ്ഞാൽ നമ്മ മനസ്സുകൊണ്ട് അകന്നിരിക്കുക ദൈവത്തിലിരുന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഇത് ശ്രദ്ധിക്കേണ്ടത് നമുക്കെല്ലാവർക്കും. ഞാൻ ഒരു ചെറിയ ടിപ്സ് പറഞ്ഞു തരാം. ദൈവ സാന്നിധ്യത്തിലേക്ക് എങ്ങനെയാണ് തിരിച്ചു വരിക? നമുക്കെല്ലാം ദൈവത്തെ അന്വേഷിക്കണം. നമ്മളുടെ ജീവിതത്തിൽ ഈ സങ്കടങ്ങൾ എന്തുകൊണ്ടാണ്? അതിന് അമ്മ മാതാവ് നമുക്ക് പഠിപ്പിച്ചതാണ്. അമ്മ കല്യാണം പോലും കഴിക്കാതെ അന്നത്തെ കാലത്ത് ഗർഭവതിയായപ്പോൾ അമ്മയ്ക്കറിയാം കല്ലെരിഞ്ഞു കൊല്ലുമെന്ന്. അന്നത്തെ നിയമം അനുസരിച്ച് കല്യാണാകാത്ത സ്ത്രീ ഗർഭവതിയായി കഴിഞ്ഞാൽ കല്ലെരിഞ്ഞു കൊല്ലും കൂട്ടത്തിൽ വെച്ച്. അപമാനവും മരണവും. പ്രൈസ് ദി ലോർഡ്. അത് സങ്കടമാണ്, പേടിയാണ്. പക്ഷെ അമ്മ ചെയ്തത് എന്താണ്? പ്രൈസ് ദി ലോർഡ്. ലൂക്ക 1:38 ഇതാ നിൻ്റെ ദാസി. സമർപ്പണമാണത്, പരിപൂർണ സമർപ്പണമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത് നമ്മൾ കുറേ കേട്ടിട്ടുണ്ട്. സമർപ്പണം ഞാനും സമർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. സമർപ്പണം എന്താണ്? അതൊരു അവബോധമാണ് സമർപ്പണം എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എങ്ങനെയാണ് സമർപ്പിക്കുക? വെറുതെ ഇതാ നിൻ്റെ ദാസി എന്ന് പറഞ്ഞ സമർപ്പണം ആവുക? അതൊരു അവബോധം. അതെങ്ങനെയാണ്? ആദ്യം മനസ്സിലാക്കേണ്ടത് 1 കൊരിന്ത്യർ 15:27 ഇതെല്ലാം, ഈ ലോകത്തെ എല്ലാം ദൈവം നിയന്ത്രിക്കുകയാണ്. ആ ഒരു ബോധ്യം ആദ്യം വേണം സമർപ്പിക്കുന്നവരിക്കും. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പ്രശ്നങ്ങൾക്ക് കാരണക്കാരൻ അവനെല്ലാം ദൈവമാണ് നിയന്ത്രിക്കുന്നത്. അതേപോലെ എൻ്റെ കച്ചവടം, ബിസിനസ് ആയിക്കോട്ടെ,
എൻ്റെ മക്കളുടെ കല്യാണം ആയിക്കോട്ടെ, എൻ്റെ രോഗമായിക്കോട്ടെ, ഡോക്ടറായിക്കോട്ടെ, ഹോസ്പിറ്റലായിക്കോട്ടെ, പോലീസ് ഡിപ്പാർട്ട്മെൻ്റ് ആയിക്കോട്ടെ, കോടതി ആയിക്കോട്ടെ, നിനക്ക് ജപ്തി നോട്ടീസ് തന്ന ബാങ്ക് ആയിക്കോട്ടെ, ഇതെല്ലാം നിയന്ത്രിക്കുന്നത് എൻ്റെ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത്തത് 1 കൊരിന്ത്യർ 7:23-24. 1 കൊരിന്ത്യർ 7:23-24. നിന്നെ വില കൊടുത്ത് വാങ്ങിച്ചിരിക്കുകയാണ് ദൈവം. പ്രൈസ് ദി ലോർഡ്. നിന്നെ വില കൊടുത്താണ് ദൈവം വാങ്ങിച്ചിരിക്കണത്. നീ ദൈവ സാന്നിധ്യത്തിലിരിക്കുക, അതാണ് ദൈവം പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. അപ്പം നീ വിൽക്കപ്പെട്ടിരിക്കുക. നിൻ്റെ ഉടമസ്ഥ അവകാശം നിനക്ക് ഇല്ല. പ്രൈസ് ദി ലോർഡ്. നിൻ്റെ ഓണർഷിപ്പ് ദൈവത്തിൻ്റെ കയ്യിലാണ്. ആ ഒരു ബോധ്യം നിനക്ക് വേണം. നീ നിൻ്റെ ഉടമസ്ഥനില്ല. നിൻ്റെ ഉടമസ്ഥ അവകാശം ദൈവത്തിൻ്റെ കയ്യിലാണ്. പ്രൈസ് ദി ലോർഡ്. എന്ന് വെച്ചാൽ നിൻ്റെ പ്രശ്നം നിൻ്റെ ഇല്ല, ദൈവം ഉടമസ്ഥനാകുന്ന നീ നിൻ്റെ ആണ്. നിനക്കാണ് പ്രശ്നമില്ല, ദൈവത്തിനാണ് പ്രശ്നം. എൻ്റെ വാച്ചിന് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ, ഒരു വാച്ച് റിപ്പയറായി കഴിഞ്ഞാൽ അത് വാച്ച് ആരുടെ വാച്ചാണ്? എൻ്റെയാണ്. അപ്പോൾ എൻ്റെ ഒരു പ്രശ്നമാണ്. അതിൻ്റെ ചിലവ് ഞാനാക്കണം. അത് പൊട്ടിക്കഴിഞ്ഞാൽ വാച്ചിനില്ല പ്രശ്നം. അത് ഞാനാണ് ശരിയാക്കേണ്ടത്. നഷ്ടം എനിക്കാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം നിനക്കൊരു പ്രശ്നം വന്ന്, നിനക്കൊരു അപമാനം വന്ന്, ഇല്ല നിനക്ക് ഒരു സമാധാനക്കുറവ് വന്ന്, നിനക്കൊരു നഷ്ടം വന്ന്, നിനക്കൊരു കടബാധ്യത വന്ന്, അത് നീ നിൻ്റെ ഓണർഷിപ്പ് നിൻ്റെ കയ്യിൽ വെക്കുന്ന കൊണ്ടാണ് നിനക്ക് സങ്കടം. എൻ്റെ ആയി, എനിക്ക് നഷ്ടം, എൻ്റെ മക്കളുടെ കല്യാണം നടന്നില്ല, എൻ്റെ മകൻ ജോലിയില്ല, അവൻ പാവത്തിന് അടിമയായിരിക്കുകയാണ്. ഇതൊക്കെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഉടമസ്ഥ അവകാശം നിൻ്റെ കയ്യിൽ വെച്ചിരിക്കുകയാണ്. നീ വില കൊടുത്ത് വാങ്ങപ്പെട്ടതല്ല. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഒരു പശുവിനെ വില കൊടുത്ത് വാങ്ങിച്ച്, പശു എന്താ ചെയ്യുക? പാല് കറന്നു കഴിഞ്ഞാൽ അതിൻ്റെ കാശായിരിക്കും കിട്ടേണ്ടത്, നമുക്കാണ് കിട്ടേണ്ടത്. പ്രൈസ് ദി ലോർഡ്. പശു പറയുക, പശു വേറൊരു കൗണ്ടർ തുടങ്ങിയ, എൻ്റെ പാല് എടുത്താൽ എനിക്ക് കാശ് തരുമെന്ന് വെച്ചാൽ എവിടെയാണ് ന്യായം? പ്രൈസ് ദി ലോർഡ്. അത് അതിൻ്റെ സ്വന്തമില്ല, നമ്മളുടെയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവത്തിൻ്റെ ആണ്. അപ്പം നീ സങ്കടപ്പെടേണ്ട കാര്യമില്ല. നിനക്ക് സങ്കടം എന്നതിൻ്റെ കാരണം എന്താ? ഇത് എൻ്റെയാണ്, ഞാനാണ്, ഞാൻ തനിച്ചാണ്, എൻ്റെ ഉടമസ്ഥ ഞാൻ തന്നെയാണെന്നുള്ള തോന്നലുകൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവം നിന്നെ വില കൊടുത്ത് വാങ്ങിച്ചെങ്കിൽ ദൈവത്തിന് നിന്നെക്കാളും ഭംഗിയായിട്ട് നിന്നെ നോക്കാറിയാം. പ്രൈസ് ദി ലോർഡ്. നീ അതിനെക്കുറിച്ച് വിഷമിക്കരുത്, സമർപ്പിച്ചാൽ മതി. ഞാൻ നിൻ്റെ അല്ലേ, നീ എന്നെ വില കൊടുത്ത് വാങ്ങിച്ചിരിക്കുകയല്ലേ ഈശോയെ. അത് സാധാരണ 100 രൂപ 200 രൂപ 500 രൂപ കൊടുത്തില്ല വാങ്ങിച്ചിരിക്കുന്നത്. നമുക്ക് വില എന്താണ്? വില ദൈവം കൊടുത്തിരിക്കുന്നത്, സ്വന്തം ജീവനാണ് കൊടുത്തിരിക്കുന്നത്. ഹല്ലേലൂയ. ആ ഒരു ബോധ്യം നമുക്ക് വേണം. അപ്പോൾ ഇത് എന്താ കാര്യമെന്നറിയാമോ? ഒരു കാര്യം അണ്ടർലൈൻ ചെയ്ത് വെച്ചോ. നിൻ്റെ ജീവിതത്തിൽ സങ്കടം ഉണ്ടെങ്കിൽ നീ ദൈവ സാന്നിധ്യത്തിലിരുന്ന് അകന്ന് നിൽക്കുകയാണ്. ഹല്ലേലൂയ. എന്നിട്ട് ഇതാണ് വിശ്വാസം എന്ന് പറയുന്നത്. ദൈവം പറയണം, നിൻ്റെ വിശ്വാസം എവിടെ? എന്താ വിശ്വാസം? വിശ്വാസം എന്താണ്? ദൈവം നിന്നെ വില കൊടുത്ത് വാങ്ങിച്ചിരിക്കുക. ദൈവം മതിയായവനാണ്, എല്ലാം ദൈവത്തിൻ്റെ കൊണ്ട് സാധ്യമാണ്. ഇത് ഈ ലോകത്തിലുള്ളത് സകലതും ദൈവത്തിൻ്റെ നിയന്ത്രണത്തിലാണ്. ദൈവത്തിന് എല്ലാം സാധിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ടത്, നീ ദൈവ സാന്നിധ്യത്തിലായിരിക്കണം എപ്പോഴും. അതിന് ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ നിനക്ക് ആഹ്ലാദമാണ് വരേണ്ടത്, സന്തോഷമാണ് വരേണ്ടത്. ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമായി, എപ്പോഴും ദൈവമായിട്ട് ഞാൻ അടുത്ത് നിൽക്കുകയാണ്. ഞാൻ എൻ്റെ ഇല്ല, എന്നെ ആരെങ്കിലും ചീത്ത വിളിച്ചാൽ അത് എന്നെ ഇല്ല വിളിക്കുന്നത്. ഞാൻ സങ്കടപ്പെടാനോ ദേഷ്യപ്പെടാൻ പോലും എനിക്ക് അധികാരമില്ല. ഹല്ലേലൂയ. അങ്ങനെ ശീലിക്കണം. ആ ജീവിത രീതി അങ്ങനെ ആക്കണം. ആ ഒരു നിലപാട് എടുക്കണം. ഹല്ലേലൂയ. എനിക്കൊന്നും സംഭവിക്കില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ കരങ്ങളിലാണ്. ഹല്ലേലൂയ. അതുപോലെ അത് ഒരു ദൈവമായിട്ടുള്ളൊരു സ്നേഹമാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എന്താ കാര്യമെന്ന് വെച്ചാൽ നമുക്ക് ദേഷ്യം വരില്ല, വെറുപ്പ് വരില്ല പലവരോടും. പലവരും നീ ദൈവത്തിൻ്റെ ആവുമ്പോഴത്തേക്കും ദൈവത്തിൻ്റെ സംരക്ഷണയിലാണ്. നിന്നെ ആരെങ്കിലും ഉപദ്രവിച്ചാലോ ഇല്ല
അപമാനിച്ചാലോ, ഇല്ലെങ്കിൽ നിന്നോട് എന്തെങ്കിലും കുറ്റം പറഞ്ഞാലോ, നീ ചെയ്യാത്തതിനെക്കുറിച്ച് എന്നെ പറഞ്ഞാലോ, എന്തെങ്കിലും നിന്നോട് ദേഷ്യപ്പെട്ടാലോ, അത് ദൈവം അനുവദിച്ച് കൊടുക്കുന്ന, അത് നിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. പ്രൈസ് ദി ലോർഡ്. അത് ദൈവമായിട്ട് നീ ചേർത്ത് വെച്ച് നോക്കണം. ദൈവം തന്നെയാണ്. ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാണെങ്കിൽ എനിക്ക് എൻ്റെ മുകളിൽ എനിക്ക് അധികാരം ഇല്ലെങ്കിൽ ദൈവം അനുവദിച്ച് കൊടുക്കുക. പ്രൈസ് ദി ലോർഡ്. എൻ്റെ വീട്ടിൽ ചിലപ്പോൾ മോളുടെ എന്തെങ്കിലും റൂമിൽ വെച്ചിരിക്കുന്ന സാധനം അത് താഴെ വീണിട്ടുണ്ടാകും, ഇല്ല എന്തെങ്കിലും പ്രശ്നം. അവൾ ഭയങ്കര ദേഷ്യമാണ്. അവൾ അമ്മയോട് പോയി ഒച്ചയെടുക്കും, അവളുടെ അനിയനോട് ഒച്ചയെടുക്കും, ഭയങ്കര പ്രശ്നമായിരിക്കും. അവർ ഒരു വാക്ക്, ചിലപ്പോൾ അത് എൻ്റെ കയ്യിൽ നിന്ന് പറ്റിയ പിഴയായിരിക്കാം, അവരൊറ്റ വാക്ക് പറയും, അത് അച്ഛനാ കയറിയ, അച്ഛനാ അത് താഴെയിട്ടതെന്ന്. പ്രൈസ് ദി ലോർഡ്. മിണ്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് കാര്യം എന്താ? എന്നോടുള്ള സ്നേഹത്തിലാണ്. പക്ഷെ ആ നഷ്ടം തന്നെയാണ്. ആ നഷ്ടം നമുക്ക് നമ്മളെ സ്നേഹമുള്ളവർ അനുവദിച്ച് തന്നു കഴിയുമ്പോഴത്തേക്കും അത് സ്നേഹം കൂടെ അത് തോന്നില്ല. ആ തെറ്റ് മറ്റവരാണ് ചെയ്തത് എന്ന് പറയുമ്പോഴാണ് നമുക്ക് പ്രശ്നം. അപ്പം നിന്നെ ഉപദ്രവിക്കുന്നവർ, നിനക്കൊരു നഷ്ടം വരുത്തി വെച്ചിട്ടുള്ളവർ, നിനക്ക് വെറുപ്പിൻ്റെ കാരണക്കാരെല്ലാം ദൈവം അനുവദിച്ച് അതിൻ്റെ കാരണക്കാരൻ ദൈവമാണ് എന്ന് നിനക്ക് തോന്നിക്കഴിഞ്ഞാൽ നിനക്ക് ദേഷ്യം തോന്നില്ല. ദൈവമല്ലേ. പിന്നെ അവൾ മിണ്ടില്ല. പിന്നെ മിണ്ടിക്കഴിഞ്ഞാൽ അവൾ എന്നെ പറയുന്ന പോലെയാണ്. അവൾ ചീത്ത വിളിക്കുന്നതൊക്കെ പിന്നെ എന്നെ വിളിക്കുന്ന പോലെയായിരിക്കും. മിണ്ടില്ല. പ്രൈസ് ദി ലോർഡ്. പിന്നെ വെറുപ്പും വെക്കില്ല. അച്ഛനല്ലേ, കുഴപ്പമില്ല, അച്ഛനല്ലേ തന്നത്, പിന്നെന്താ, എൻ്റെ ജീവൻ തന്ന അച്ഛനാ, പിന്നെന്താ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവം നിന്നെ വിലയ്ക്ക് വാങ്ങിച്ചിരിക്കുക. നമുക്ക് ഉള്ളതെല്ലാം ദൈവമാണെങ്കിൽ നിന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് അവരോട് ദേഷ്യം തോന്നരുത്, വെറുപ്പ് തോന്നരുത്. ഹല്ലേലൂയ. അപ്പോൾ ഇതായിരിക്കണം നിലപാട്. നമ്മൾ ഉടമ്പടി എടുക്കുമ്പോൾ നമ്മൾ പലരും ചോദിക്കണം, പണ്ടൊക്കെ ഞാൻ എന്തെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ നിന്നെ കളിയാക്കി കഴിഞ്ഞാലോ, നിന്നെ അപമാനിച്ചു കഴിഞ്ഞാലോ, നിന്നെ കുറച്ച് കുറ്റം പറഞ്ഞാലോ നിനക്ക് ദേഷ്യം വരും. ഇപ്പം എന്താ വരാത്തത്? ഞാൻ ഉടമ്പടിയിലാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഉടമ്പടിയിലാണ്. ഞാൻ ദൈവമായിട്ട് അഗ്രിമെൻ്റ് വെച്ചിരിക്കുക. അമ്മ മാതാവ് ഈശോന് വാക്ക് കൊടുത്തിരിക്കുക, അവർ നീ പറയണത് ചെയ്തോളും, ഞാൻ ഗ്യാരണ്ടി. പ്രൈസ് ദി ലോർഡ്. അമ്മയ്ക്ക് ചീത്തപ്പേരുണ്ടാക്കി കൊടുക്കില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് മാത്രമല്ല, എന്നെ വില കൊടുത്ത് വാങ്ങിച്ചിരിക്കുക. ഞാൻ അതിപ്പോഴാണ് അറിഞ്ഞത്. ഞാൻ ഉടമ്പടിയോടെ എന്നെ ദൈവം വില കൊടുത്ത് വാങ്ങിച്ചിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ ഇപ്പോൾ തിരിച്ചറിഞ്ഞ എന്നെ വില കൊടുത്ത് വാങ്ങിച്ചിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് നിന്നെ ഒന്നും പറയാനുള്ള അധികാരമില്ല. എനിക്കാകെ നിന്നെ അനുഗ്രഹിക്കാനും പ്രാർത്ഥിക്കാനും മാത്രമേ അധികാരം തന്നിട്ടുള്ളൂ. ദൈവത്തിൻ്റെ സ്വഭാവം അതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എനിക്ക് കുറ്റം പോലും പറയാൻ എനിക്ക് അധികാരമില്ല. എന്നെ ന്യായീകരിക്കാൻ പോലും എനിക്ക് അധികാരം ഇല്ല. ഐ ആം പ്രോപ്പർട്ടി ഓഫ് ഗോഡ്. ഐ ആം പ്രോപ്പർട്ടി ഓഫ് ഗോഡ്. അതായിരിക്കണം നിൻ്റെ സീൽ വെച്ചിട്ടുണ്ടാവണം. ഐ ആം പ്രോപ്പർട്ടി ഓഫ് ഗോഡ്. നിന്നെ തൊട്ട് കഴിഞ്ഞാൽ ചുടും, തൊടുന്ന ആക്ക് സാത്താന് ചുടും, ചൂടെടുക്കുക, അവൻ കൈ പൊള്ളും അവനിക്ക്. പ്രൈസ് ദി ലോർഡ്. നീ ഇങ്ങനത്തെ ഒരു നിലപാടെടുത്തു കഴിഞ്ഞാൽ നീ നോക്കിക്കോ, ഓട്ടോമാറ്റിക്കായിട്ട് നിനക്ക് ആവശ്യമുള്ളതൊക്കെ, ഞാൻ എൻ്റെ അനുഭവം പറയുകയാണ്, നിനക്ക് ആവശ്യമുള്ളതെല്ലാം ദൈവം അങ്ങോട്ട് എടുത്ത് തരും, നിൻ്റെ കയ്യിൽ തരും. പ്രൈസ് ദി ലോർഡ്. നീ വിചാരിച്ചതിനേക്കാൾ അങ്ങേ അറ്റത്ത് തരും. പ്രൈസ് ദി ലോർഡ്. നിനക്ക് എന്തൊക്കെ കുറവുണ്ടോ അതൊന്നും നീ അന്വേഷിക്കേണ്ട കാര്യമില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ പ്രോപ്പർട്ടി ദൈവത്തിനറിയാം. ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡിൽ വെച്ചിട്ടുണ്ടാവും. ചെറിയ സ്റ്റാൻഡേർഡൊന്നുമില്ല. ആ സ്റ്റാൻഡേർഡിൽ ദൈവത്തിന് വയ്ക്കാൻ അറിയാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇന്ന് നമുക്കൊരു ബോധ്യം ഉണ്ടാകേണ്ടത്, ഞാൻ എൻ്റെ സ്വന്തം ഇല്ല, ഉടമസ്ഥ അവകാശം ദൈവത്തിൻ്റെ കയ്യിൽ നമ്മൾ ഏൽപ്പിക്കണം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ എല്ലാവരും അതിൻ്റെ ഭർത്താവ് ദൈവത്തിൻ്റെയാണ്. ദൈവം തന്നിരിക്കുക. മക്കൾ ദൈവത്തിൻ്റെയാണ്. കുറച്ച് ദിവസത്തേക്ക് ദൈവം നിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുക, അത്രയേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. അത് ഞാൻ വെറുതെ മക്കളെക്കുറിച്ച് അവൾക്ക് കല്യാണം കഴിഞ്ഞില്ല, മാർക്ക് കിട്ടിയില്ല, അതൊന്നും സങ്കടപ്പെടേണ്ട കാര്യമില്ല. തെറ്റാ. നീ നിൻ്റെ സ്വന്തം ആക്കുമ്പോഴാണ് നിനക്ക് പ്രശ്നം വരുന്നത്. നീ നിൻ്റെ സ്വന്തം ആക്കിയിട്ട് ദൈവത്തോട് നീ തെറ്റ് ചെയ്യുക, കൂറില്ല കാണിക്കുന്നത്. നീ സ്വന്തം ആക്കല്ല, ദൈവത്തിലേക്ക് വിട്ടുകൊടുക്ക്. അത് ദൈവം നോക്കിക്കോളും. എനിക്ക് അറിയണത് നന്ദി പറയാൻ മാത്രം അറിയാം. ദൈവമേ, നിനക്കറിയാം, നിൻ്റെ സ്വന്തമാണെങ്കിൽ നിനക്ക് നോക്കാറിയാം. ഞാൻ നന്ദി പറയുക, ഞാൻ നിൻ്റെ സാന്നിധ്യത്തിലാണ്. പ്രൈസ് ദി ലോർഡ്. ഇത് നീ അനുഭവിച്ചെന്നെങ്കിൽ നിനക്കിത് ശരിയാക്കാനും അറിയാം. പ്രൈസ് ദി ലോർഡ്. അത് നമ്മ തന്നെ അതിന് ക്വസ്റ്റ്യൻ മാർക്കൊന്നും വെക്കരുത്. ഇതെങ്ങനെ ഈ പ്രശ്നം തീരും, എങ്ങനെ തീരുമെന്ന് അതൊന്നും നിനക്കറിയില്ല, എനിക്കും അറിയില്ല, ആർക്കും അറിയില്ല. പക്ഷേ ദൈവത്തിന് അറിയാം ഈ പ്രശ്നത്തിന് എങ്ങനെ തീരുമെന്ന്. പ്രൈസ് ദി ലോർഡ്. നിനക്ക് 10,000 രൂപ ശമ്പളമായിരിക്കും, ചിലപ്പോൾ 1 കോടി രൂപ കടം വന്നിട്ടുണ്ടാകാം. അതെങ്ങനെ തീരും? പ്രൈസ് ദി ലോർഡ്. എൻ്റെ പ്രശ്നം തീരുമെങ്കിൽ
300 രൂപ ശമ്പളത്തിൽ ഉണ്ടായ എനിക്ക് ഒരു സ്വന്തം വീട് പോലും ഇല്ലാതെ 5 മാസം വാടക കൊടുക്കാൻ പോലും ഇല്ലാതെ ഇരുന്ന എന്നെ ദൈവം കൊച്ചിയിൽ, ഇന്നും ഞാൻ പറയാം, ഇന്നും ആ വീട് എൻ്റെ കയ്യിൽ തന്നെയുണ്ട്. കൊച്ചിയിൽ അത്രയും വലിയ വീട് ഇന്നും ആരുടെയിലുമില്ല. ആ വീടാണ് എനിക്ക് തന്നിരിക്കണം ഈശോ. ഞാൻ പണ്ടൊന്ന് ഒരു പ്രാവശ്യം ആഗ്രഹിച്ചെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അതിന് നമുക്കൊരു ബോധ്യം ഉണ്ടാകണം, എൻ്റെ ഉടമസ്ഥൻ എൻ്റെ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ ജീവിതം ജീവിക്കാൻ സഹായിക്കാനാണ് അമ്മ മാതാവിനെ കുരിശിൽ വെച്ച് ഈശോ നമുക്ക് തന്നത്. അമ്മയോട് പറയണം, എനിക്കിതുപോലെ ജീവിക്കണം അമ്മ. അമ്മ മാതാവേ, എനിക്ക് ആ ഒരു ബോധ്യം തന്നെ, എൻ്റെ ഉടമസ്ഥൻ എൻ്റെ ദൈവമാണ്, ഞാനില്ല. എൻ്റെ മക്കളുടെ ഉടമസ്ഥൻ, മക്കളും ഭർത്താവും ഒന്നും എൻ്റെ സ്വന്തമില്ല, എല്ലാം നിൻ്റെയാണ്. ഞാൻ ആവശ്യമില്ലാതെയാണ് ഞാൻ സങ്കടപ്പെടുന്നത്, ഞാൻ ദുഃഖിക്കുന്നതെല്ലാം, എൻ്റെ ഉത്കണ്ഠ എല്ലാം ആവശ്യമില്ലാത്തതാണ്. നമ്മൾ ഉത്കണ്ഠപ്പെടുമ്പോൾ നമ്മൾ ദൈവസാന്നിധ്യത്തിലിരുന്ന് അകന്ന് നിൽക്കും.